നിലവിലുള്ള വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് വിപണിയിൽ കേരഫെഡിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ. ജൂലൈ 20ഓടെ കൂടുതൽ ഷിഫ്റ്റ് അനുവദിച്ച് ഓണവിപണി ലക്ഷ്യമാക്കി വെളിച്ചെണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരഫെഡ് 2 തരത്തിലുള്ള വിലയാണ് കൊപ്ര സംഭരിക്കുന്നതെന്ന് ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. എല്ലാവർക്കും അറിയും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ എല്ലാം അടുക്കളയിലെയും കുടുംബ ബഡ്ജറ്റുമൊക്കെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ വെളിച്ചെണ്ണയുടെ വില കൂടുന്നു എന്നുള്ളത് ഇപ്പോൾ കുറേ നാളുകളായി പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. കേരഫെഡിനെ സംബന്ധിച്ചിടത്തോളം വില വർദ്ധിപ്പിച്ച് സാധാരണ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു നയവും നിലപാടും ഞങ്ങൾക്കില്ല. കൊപ്രയുടെ ലഭ്യത കുറവ്, നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ വില വർധനവ്, അവിടെ പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വില വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പൊതുമേഖലാ സ്ഥാപനം ഏറ്റവും നല്ല എണ്ണ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് ഒരു തരത്തിലും ആരോഗ്യത്തിന് കോട്ടം തട്ടാത്ത തരത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനവും പ്രസ്ഥാനവുമാണ് കേരഫെഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാവർക്കും അറിയും എന്ന് ഞാൻ കരുതുകയാണ്. വിപണിയിൽ നല്ല മത്സരങ്ങളുണ്ടല്ലോ. സ്വകാര്യ സ്ഥാപനങ്ങൾ, അവർക്ക് പ്രധാന ലക്ഷ്യം ലാഭം മാത്രമാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മായം കലർന്ന എണ്ണ വിപണിയിൽ ഇറക്കുന്നു, വില കുറച്ച് വിൽക്കുന്നു. വില കുറയ്ക്കുന്നതിൽ വലിയ കൃത്രിമം കാണിക്കുന്നതിൽ കുറേയേറെ വൈദഗ്ധ്യമുള്ളവരായതുകൊണ്ട് അളവിൽ കൃത്രിമം കാണിക്കാനും അവർക്കും കഴിയും. അങ്ങനെ പലതരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കൊപ്രയുടെ വില വർധനവ് മൂലം ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വില ഉയരുമെന്നതിനാൽ BPL കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് കേരഫെഡ് ആലോചിക്കുന്നുണ്ട്. ഇത് നടപ്പിലായാൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് കാര്യമായ ആശ്വാസം ലഭിക്കും. ഇതിനുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കും. നിലവിൽ കേരഫെഡിന്റെ 2 യൂണിറ്റുകളിലും പ്രതിദിനം ഒരു ഉൽപാദന ഷിഫ്റ്റ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒരു ഷിഫ്റ്റിന് ദിവസവും 55 മെട്രിക് ടൺ കൊപ്ര ആവശ്യമാണ്. സംഭരണ വെല്ലുവിളികൾക്കിടയിലും പ്ലാന്റുകളും ദൈനംദിന പ്രവർത്തനം തുടർന്നു വരുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ, ആഗോളതലത്തിൽ വെളിച്ചെണ്ണയുടെ ഡിമാൻഡിലുണ്ടായ വർധന, വിതരണ ശൃംഖലയിലുള്ള തടസ്സങ്ങൾ, വർദ്ധിച്ച ഇൻപുട്ട് ചെലവുകൾ ഉൾപ്പെടെയാണ് വിലവർധനവിലേക്ക് വഴിതെളിച്ചത്. ഗുണമേന്മയും കൃത്യതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ളതാണ് കേരഫെഡിന്റെ പ്രവർത്തനം. കേരഫെഡിന്റെ 1 ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ മറ്റ് കമ്പനി വെളിച്ചെണ്ണകളെ അപേക്ഷിച്ച് അതിന്റെ അളവ് കൃത്യമായിരിക്കും. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിന് കേരഫെഡ് വിപണി വിലയേക്കാൾ 1 രൂപ അധികം നൽകിയാണ് പച്ചത്തേങ്ങ സംഭരിക്കുന്നത്. അതേസമയം അധിക ലാഭം എടുക്കുക എന്ന നയവും കേരഫെഡിനില്ല. മറ്റ് കമ്പനി വെളിച്ചെണ്ണയേക്കാൾ കുറഞ്ഞ വിലക്ക് കൊടുക്കാനാണ് കേരഫെഡിന്റെ ശ്രമം. കർഷകരെ സഹായിക്കുന്നതിനായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കണ്ണൂർ ചെറുപുഴയിൽ പുതിയ നാളികേര സംഭരണ കേന്ദ്രം ആരംഭിച്ചു. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഇസാഫുമായി സഹകരിച്ച് സംഭരണ കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പച്ചത്തേങ്ങ സംഭരിച്ച് സംസ്കരിക്കുകയും ചെയ്യും. കേരഫെഡ് 2 തരത്തിലുള്ള വിലയിലാണ് കൊപ്ര സംഭരിക്കുന്നതെന്ന് ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയിട്ടുണ്ട്. കർഷകരുൾപ്പെടെ ചെറുകിടക്കാരിൽ നിന്നും കൊപ്ര സംഭരിക്കുന്നത് നിലവിലുള്ള മാർക്കറ്റ് റേറ്റും ട്രാൻസ്പോർട്ട് ചാർജായ 2 രൂപയും ഉൾപ്പെടെയാണ്. പക്ഷേ ട്രേഡേഴ്സിൽ നിന്നും വലിയ അളവിൽ കൊപ്ര സംഭരിക്കുമ്പോൾ അത് ടെൻഡർ മുഖേനയാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വിലയിലുണ്ടാകുന്ന വ്യത്യാസമാണ്. അല്ലാതെ കൊപ്ര സംഭരണത്തിൽ കേരഫെഡിൽ തട്ടിപ്പൊന്നും നടന്നിട്ടില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ കെ ശ്രീധരൻ എന്നിവരും പങ്കെടുത്തു.